കള്ളവോട്ട് സംബന്ധിച്ച് ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് കൊല്ലം കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസിമുദ്ദീനാണ് DCCയിൽ നടന്ന നേതൃയോഗത്തിനിടെ വെളിപ്പെടുത്തൽ നടത്തിയത്. 2005 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തതിനെക്കുറിച്ച് നേതാവ് പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് പുറത്തുവന്നത്. കൊല്ലം DCCയിൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന നേതൃയോഗത്തിലെ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് 2005 കോർപ്പറേഷന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് കോൺഗ്രസിന് തരണമെന്ന് പറഞ്ഞുകൊണ്ട് DCC സമ്മർദ്ദം ചെലുത്തി. അത് ആ സീറ്റ് കോൺഗ്രസിന് തന്നു. കോൺഗ്രസ് മത്സരിച്ചു. അന്ന് മത്സരിക്കുന്ന സമയത്ത് ഈ കള്ളവോട്ടെന്ന് പറഞ്ഞു കേൾക്കട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഷാനവാസ് ഖാൻ ഒരു സാധനം ലഭിക്കാത്തത് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, കള്ളവോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തവരെ ജയിപ്പിക്കാതെ നോക്കണം. അങ്ങനെ ഏതാണ്ട് മുൻ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ 1-2 പേര് ചേർന്നുകൊണ്ട് CPM-ന്റെ വീട്ടിലുള്ള വോട്ടുകൾ ദൂരെ താമസിക്കുന്നവർ പോയി കൊണ്ടുവന്ന് CPM-ന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഏജന്റിനോട് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ 5-6 വോട്ട് ചെയ്യും, നിങ്ങളൊന്ന് മാറി തരണമെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, ഞാനടക്കം നിങ്ങൾ ചെയ്തു, ഞാൻ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് അവനിറങ്ങിയ സമയത്ത് ഞാൻ കണ്ട് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ ബന്ധുക്കാരുടെ വോട്ട് പുറത്തുണ്ട് മറ്റു മണ്ഡലങ്ങളിൽ. അവര് ഞാൻ തന്നെ നിർബന്ധിച്ചു, നിങ്ങൾ അവിടെ വോട്ട് ചെയ്യണ്ട, എന്റെ ഡിവിഷനിൽ വോട്ട് ചെയ്യുന്ന പറഞ്ഞു ചെയ്ത് 13 വോട്ടിന് അന്ന് ജയിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് കൊല്ലത്തെ കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? രോഹിണി, 2005 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തങ്ങൾ വിജയിച്ചത് എന്നതിനെക്കുറിച്ചൊരു പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം ഈ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. അതിലാണ് കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുത്തത്. ആ യോഗത്തിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അസിമുദ്ദീൻ അവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ കള്ളവോട്ട് എന്നൊക്കെ കേട്ടിട്ടുള്ളതിനപ്പുറം അന്നത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷാനവാസ് ഖാൻ തൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് കൊണ്ട് തന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്, ഈ ലിക്വിഡ് കൊണ്ട് തന്നുവെന്നും പറ്റാവുന്നത്ര വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുവെന്ന് ഈ അസിമുദ്ദീൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം എങ്ങനെയാണ് ബൂത്തുകളിലേക്ക് പോയത്, CPM-ന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോയി അവിടെ നിന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അന്ന് ബൂത്ത് ഏജന്റായിട്ട് ഉണ്ടായിരുന്ന CPM-ന്റെ അനുഭാവി താനുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല, താൻ ഇറങ്ങുമ്പോൾ അത്തരത്തിലൊരു തമ്മിലൊരു ധാരണ വെച്ചാണ് അവിടെ ഒരു വിജയം കൈവരിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ ഈ മണ്ഡലം പ്രസിഡന്റ് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഉള്ള തിരഞ്ഞെടുപ്പുകളും ഇത്തരത്തിലായിരിക്കണം സമീപിച്ചത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ കള്ളവോട്ട് ചെയ്യുന്നത് ഇപ്പോൾ തുടങ്ങിയ സംഭവമല്ല, അത് മുൻപേ തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നത് പോലെ തന്നെ ആ പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകൾ. കൃത്യമായും നിരവധി നേതാക്കളുള്ള ഒരു വേദിയിലാണ് ഈ കാര്യം തുറന്നു പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ബിന്ദു കൃഷ്ണ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് കള്ളവോട്ടിനെ കുറിച്ച് കൃത്യമായ വിവരം അവിടെ പങ്കുവയ്ക്കുന്നത്. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളെ എത്തരത്തിലാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് കുറച്ച് വോട്ടുകൾക്ക് തോൽക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ വോട്ടുകൾ ചേർക്കാം, അല്ലെങ്കിൽ CPM-ന്റെ ഒക്കെ ധാരണ വെച്ചുകൊണ്ട് വിജയിക്കാമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രസംഗമൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അസിമുദ്ദീൻ അത് സ്ഥാനമോഹികളാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നുള്ള ആരോപണവുമൊക്കെയായി വന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന ഒരു വാക്കുകൾ തന്നെയാണിത്. കാരണം കള്ളവോട്ടിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഒരു മണ്ഡലം പ്രസിഡന്റാണ് അവിടെയുള്ള നേതാക്കളും അണികളുമൊക്കെ ഇരിക്കുമ്പോൾ ഈ കൃത്യമായിട്ടുള്ള വിവരം പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനമായും KPCCയുടെ ജനറൽ സെക്രട്ടറി ഒരു ലിക്വിഡ് കൊണ്ടുവന്ന് കയ്യിലെ അടയാളം മായ്ക്കാൻ പറയുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ ഇനിയും എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ
സമീപിക്കുന്നത് എത്തരത്തിലാണെന്ന് ഒരു മണ്ഡലം പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു യോഗം നടന്നത്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിനെ എത്തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് വോട്ട് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിലാണ് ഇക്കാര്യം മണ്ഡലം പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. രോഹിണി, ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.